കേരളീയ നവോത്ഥാന വികായസിലെ സുവർണ നക്ഷത്രമാണ് നാരായണ ഗുരു. അദ്ദേഹത്തെ വിശ്വപൗരനായി ആരാധിക്കുന്നവരുണ്ട്, ദൈവമായി ആരാധിക്കുന്നവരുണ്ട്, അദ്ദേഹത്തെ ദാർശനികനായി ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ നാരായണ ഗുരു എന്ന ദാർശനിക കവിയെ എത്ര പേർ അറിയുന്നു? ബഹുഭാഷാ പണ്ഡിതനായ ഗുരുവിനെ ആ രീതിയിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മഹാത്മാഗാന്ധി വളരെ ദിവ്യമായി കൊണ്ടു നടന്നിരുന്ന ഈശോവാസ്യ ഉപനിഷത്ത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ഈ ദർശനങ്ങൾക്ക് മലയാളത്തിൽ സ്ഥാനമുണ്ടെന്നും മലയാള ഭാഷയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നും സ്ഥാപിച്ചതും ഗുരുവാണ്. ശുദ്ധ മലയാളത്തിൽ സംസ്കൃത പദങ്ങളൊന്നുമില്ലാതെ പച്ച മലയാളത്തിൽ ഒരു കൃതി എഴുതിയ ആളുകളിൽ ഒരാളും നാരായണ ഗുരുവാണ്. തമിഴിൽ നിന്ന് ഗുരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴിൽ നിന്ന് അദ്ദേഹം വിവർത്തനം ചെയ്ത കൃതിയാണ് തിരുക്കുറൾ. അത് പൂർണ്ണമല്ല. കാര്യം അത് അദ്ദേഹം പൂർണ്ണമായി വിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ കഴിയില്ല. കാരണം പല വീടുകളിൽ നിന്നാണ് അദ്ദേഹം എഴുതിയ തിരുക്കുറളിൻ്റെ വിവർത്തനം ലഭിച്ചിട്ടുള്ളത്. പല ഇടത്തും അദ്ദേഹം താമസിച്ച വീടുകളിൽ നിന്ന് അദ്ദേഹം എഴുതിയത് കുറിച്ചിട്ടിട്ട് പോയതുമായ കാര്യങ്ങൾ ചേർത്തിട്ടാണ് കുറേ 100 പദ്യങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ തിരുക്കുറൾ വിവർത്തനം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന, അദ്ദേഹത്തിനെ നിഴൽ പോലെ പിന്തുടർന്ന നടരാജഗുരു ഒരിക്കൽ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതിതാണ്: ഗുരുവേ, അങ്ങ് ബഹുഭാഷാ പണ്ഡിതനാണ്, തമിഴിൽ നിന്ന് അങ്ങ് തിരുക്കുറൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്, അങ്ങ് എന്തുകൊണ്ടാണ് ഭഗവത്ഗീത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാത്തത്? അന്ന് ഗുരു ഒറ്റ വാചകത്തിലാണ് അതിന് മറുപടി പറഞ്ഞത്: ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന്. കാരണം ബന്ധുക്കളെയും സ്വന്തക്കാരെയും അപ്പനെയും അപ്പൂപ്പനെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നെടുക്കേണ്ടുന്നൊരവസ്ഥ വന്നപ്പോൾ അർജുനൻ പടക്കളത്തിൽ വെച്ച് അമ്പും വെല്ലും താഴെയിട്ട് നിരാശനായിരിക്കുമ്പോൾ അർജുനനെ കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്ന അച്ഛനെയും അമ്മയെയും മക്കളെയും ആരും നോക്കണ്ട, നമ്മുടെ കർമ്മം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഉത്തേജിപ്പിച്ച് ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണമാക്കിയ കൃഷ്ണൻ ഈ കൂട്ടക്കൊല കണ്ടിട്ട് പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഇതാണ് ഗുരു ഉദ്ദേശിച്ചത്. പക്ഷെ ഗുരു അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഗുരു തിരുക്കുറൾ വിവർത്തനം ചെയ്തിരിക്കുന്നു. തിരുക്കുറൾ എന്ന് പറയുന്നതും ഒരു ധർമ്മോപദേശ കാവ്യമാണ്, ഭഗവത്ഗീതയും ഒരു ധർമ്മോപദേശ കാവ്യമാണ്. പക്ഷേ തിരുക്കുറളിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ നിരവധി ഭാഷകളിൽ, തമിഴിലും തെലുങ്കിലും ബംഗാളിയിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലുമൊക്കെ ധർമ്മോപദേശ കാവ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ അധ്വാനിക്കുന്നവനെക്കുറിച്ച്, വിയർക്കുന്നവനെക്കുറിച്ച്, കർഷകനെക്കുറിച്ച്, നാടിനെ ഊട്ടുന്ന കർഷകനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഏക ധർമ്മോപദേശ കാവ്യം തിരുക്കുറളാണ്. തിരുക്കുറളെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ ഈ തിരുക്കുറൾ രൂപം കൊണ്ടത് പഴയ തിരുവിതാംകൂറിലാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ചൂത് കളിച്ച് കിട്ടുന്ന പണം പൊൻചൂണ്ടയിൽ കുടുങ്ങുന്ന മീനിനെ പോലെയാണ് എന്ന് അതിനകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു പദ്യമുണ്ട്. അതായത് ഈ നമ്മുടെ കന്യാകുമാരി ഭാഗങ്ങളിൽ പൊൻചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന സമൂഹം ഇപ്പോഴുമുണ്ട്. അതായത് ചൂണ്ട പൊന്നുകൊണ്ടുള്ള ചൂണ്ടയല്ല, ചൂണ്ട ഇരുമ്പ് കൊണ്ടുള്ള ചൂണ്ടയാണ്. പക്ഷേ അതിൻ്റെ അറ്റത്ത് ഒരു സ്വർണ്ണ തകിട് കെട്ടിത്തൂക്കിയിട്ടേക്കും. സാധാരണ പോലെ തന്നെ ചൂണ്ടയിൽ ഇര കോർത്ത് അത് കടലിലേക്കിടും. അപ്പോൾ കടലിലേക്ക് ഇടുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് കെട്ടിയിരിക്കുന്ന സ്വർണ്ണത്തകിടിൽ ഈ പ്രകാശം മിന്നി അടിക്കുകയും മീനുകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും പെട്ടെന്ന് ചൂണ്ടയിൽ കുടുങ്ങുകയും ചെയ്യും. ഈ സമ്പ്രദായം ഈ അടുത്ത കാലം വരെ കന്യാകുമാരി ജില്ലയിലെ പല കടൽത്തീര പ്രദേശങ്ങളിലും അവിടുത്തെ മുക്കുവർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുക്ക ഉള്ള കാലങ്ങളിൽ അത് സ്വർണ്ണ തകിടല്ല ഉപയോഗിച്ച മിനുക്കുകളാണ്, നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ കിട്ടുന്ന മിനുക്കുകളാണ് അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇത് ലോകത്തറിയാവുന്ന ഏക
പിന്നെ കടലോര ജനത എന്ന് പറയുന്നത് നമ്മുടെ ഈ തിരുവിതാംകൂറിൽ കന്യാകുമാരി മുതൽ നമ്മുടെ രാജാക്കമംഗലം വരെയുള്ള പ്രദേശത്തുള്ള മുക്കുവരാണ് എന്നാണ് കണ്ടിട്ടുള്ളത്. വേറെ ലോകത്ത് ഒരൊറ്റ സ്ഥലത്തും ഇത്തരത്തിൽ പൊൻചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഏർപ്പാടില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഈ തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ. ഇനി മറ്റൊന്നുകൂടി തിരുക്കുറളിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. തിരുക്കുറളിനെ കുറിച്ചല്ല ഈ എപ്പിസോഡ് എങ്കിൽ അത് പറയാതെ പോയാൽ അത് പൂർത്തിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. തിരുക്കുറൾ എന്നല്ല അതിൻ്റെ പേര് മുപ്പാൽ എന്നാണ്. മുപ്പാൽ, 3 പാൽ എന്ന് പറഞ്ഞ ഭാഗം, 3 ഭാഗം എന്നുള്ള അർത്ഥമാണ്. അത് ധർമ്മപ്രകരണം, അർത്ഥപ്രകരണം, കാമപ്രകരണം. അറത്തുപാൽ, കാമത്തുപാൽ, പൊരുട്ടുപാൽ, അങ്ങനെ 3 ഭാഗങ്ങളായിട്ട്. കാരണം നമ്മൾ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഒക്കെ നമ്മൾ വിവർത്തനമാണ് ധർമ്മപ്രകരണം, അർത്ഥപ്രകരണം, കാമപ്രകരണം എന്ന് പറയുന്നു. മുപ്പാൽ, 3 ഭാഗങ്ങളെന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷെ പിൽക്കാലത്ത് ഇതിനെ വിവർത്തനം ചെയ്ത ആളുകൾ കൊടുത്തൊരു പേരാണ് തിരുക്കുറൾ. കുറൾ എന്ന് പറഞ്ഞാൽ വൃത്തമാണ്. ഒരു വൃത്തത്തിൻ്റെ പേരാണ് കുറൾ. അതായത് 2 വരികൾ മാത്രമേ ആ പദ്യത്തിലുണ്ടാകൂ. ആദ്യത്തെ വരിയിൽ 4 പദങ്ങളും രണ്ടാമത്തിൽ 3 പദങ്ങളും. നമ്മൾ ഈ 13 അധ്യായങ്ങളിലായി 1330 പദ്യങ്ങളുള്ളതിൽ എല്ലാ പദ്യങ്ങളും 4ഉം 3ഉം വാക്കുകളായിട്ടാണത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രത്യേകതയോടുകൂടി നമ്മൾ കാണുകയാണ് അധ്വാനിക്കുന്നവനെ കുറിച്ചുള്ള, വേർക്കുന്നവനെ കുറിച്ചുള്ള, ഭക്ഷ്യോൽപാദകനെ കുറിച്ചുള്ള 10 പദ്യങ്ങളുണ്ട് എന്ന്. ഇതാണ് നാരായണ ഗുരുവിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച. വേറെ ഒരു ധർമ്മോപദേശകാവ്യം അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ ധർമ്മോപദേശകാവ്യം മാത്രമേ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളൂ. ഇവിടെയാണ് ഭഗവത്ഗീതയെ അദ്ദേഹം തള്ളിപ്പറയുന്നത്. അല്ലെങ്കിൽ ഭഗവത്ഗീതയെ അദ്ദേഹം ഉൾക്കൊള്ളാതെ പോയതിന് കാരണം അതിനകത്ത് അധ്വാനിക്കുന്നവനെക്കുറിച്ച്, സാധാരണ മനുഷ്യരെക്കുറിച്ചൊന്നുമില്ല. അതിനകത്ത് കുറേ തത്വചിന്തകളാണ്. ആ തത്വചിന്ത എങ്ങനെ വേണമെങ്കിലും, അതിൻ്റെ ഉദാഹരണമാണ് ഭഗവത്ഗീത കൊണ്ടു നടന്ന ആളുകളിൽ, എന്നും കൊണ്ടു നടന്ന ആളുകളിൽ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ വകവരുത്തിയ നാഥറാം ഗോഡ്സെയും കൊണ്ടു നടന്നത് ഭഗവത്ഗീതയായിരുന്നു. 2 പേരും ആശ്രയിച്ച ഭഗവത്ഗീതയാണ്. ഒരാൾ സൃഷ്ടിപരമായി ഉപയോഗിച്ചെങ്കിൽ ഒരാൾ അതിനെ വിനാശകരമായി ഉപയോഗിച്ചു. അപ്പോൾ ഭഗവത്ഗീതയെ എങ്ങനെ വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും അവരവരുടെ സൗകര്യത്തിനും അവരവരുടെ ധർമ്മത്തിനും അവരവരുടെ മനോഗതിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാമെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഭഗവത്ഗീതയെ എല്ലാവരും ഈ പ്രഘോഷിച്ചു കൊണ്ട് നടക്കുന്നത്. പക്ഷേ നമ്മളിവിടെ തിരുക്കുറൾ എന്ന് പറയുന്ന പഴയ തിരുവിതാംകൂറിൽ രൂപപ്പെട്ട ഈ തിരുക്കുറളിനെ അത് അണ്ണാച്ചിയുടെ വകയാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി നമ്മൾ തള്ളുമ്പോഴും ഓർക്കേണ്ടുന്നൊരു കാര്യമുള്ളത്, അത് അധ്വാനിക്കുന്നവനെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ ധർമ്മോപദേശ കാവ്യം എന്നുള്ളത്. അതുമാത്രവുമല്ല, നാരായണ ഗുരു തന്നെ പലപ്പോഴും ഏതോ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരോട് ഒരു കാര്യം പറഞ്ഞു. ഈ ഭഗവത്ഗീത കൃഷ്ണൻ ഉപദേശിച്ച് തീരുന്നതുവരെ, 700ഓളം പദ്യങ്ങളുള്ള ഭഗവത്ഗീത ഉപദേശിച്ച് തീരുന്നതുവരെ യുദ്ധക്കളത്തിൽ എല്ലാവരും അമ്പും വില്ലും തറയിലിട്ട് മൗനമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതും പോട്ടെ, മഹാഭാരതത്തിൻ്റെ പേര് മഹാഭാരതം എന്ന് വന്നത് വളരെ പിന്നീടാണ്. അതിൻ്റെ ആദ്യത്തെ പേര് ജയം എന്നാണ്. ജയം, 30,000-ഓ 40,000-ഓ ശ്ലോകങ്ങളുള്ള ജയം. ജയം എന്ന് പറഞ്ഞാൽ കടവയാതി പ്രകാരം പരൽപ്പേരെന്ന് പറയുന്ന, അതായത് അക്ഷരങ്ങളെ അക്കങ്ങളിലേക്ക് മാറ്റുന്ന, അക്കങ്ങളെ അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് കടവയാതി. ആ കടവയാതി പ്രകാരം അതിൻ്റെ അർത്ഥം, അതിൻ്റെ അക്കം 18 എന്നാണ്. 18 ഒരു ദിവ്യസംഖ്യയായി മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 18 ദിവസത്തെ യുദ്ധമാണ്, 18 അക്ഷൗഹിണി പടയാണ്. അങ്ങനെ 18 ഒരു വലിയ ദിവ്യ പരിവേഷം മഹാഭാരതത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജയമെന്നാണ്. കാരണം ഈ ജയമെന്നാണെന്ന് അറിയാൻ പണ്ട് ഈ കാവ്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിലാദ്യം ഇന്ന് നമ്മൾ എഴുതുന്ന പോലെ അതിൻ്റെ ഹെഡ്ലൈനിൽ കൊണ്ടുവന്ന് നമ്മൾ ഒന്നും എഴുതാറില്ല. അതിൻ്റെ അവസാനം ഫലശ്രുതി പറയും. അപ്പോൾ ഈ ഫലശ്രുതിയിൽ പറഞ്ഞ് ജയോ നാമ ഇതിഹാസോ എന്നാണ്. ജയോ നാമ ഇതിഹാസോ, ജയമെന്ന് പേരുള്ള ഇതിഹാസം എന്നാണ്. എന്നാൽ പിന്നീട് നമ്മൾ മഹാഭാരതത്തെ കാണുന്നത് 80,000 ശ്ലോകങ്ങളുള്ള ഭാരത സംഹിത എന്ന പേരിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞത് 1,00,000 ശ്ലോകങ്ങളുള്ള ഭാരതമായി മാറുന്നുണ്ട്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 1,00,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥമാണ് മഹാഭാരതം, ഭാരതം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇപ്പോഴ് 1,25,000 1,4 ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള മഹാഭാരതമായി മാറിയത് വളരെ പിന്നീടാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഷഷ്ഠപൂർത്തി സമ്പ്രദായത്തിലേക്ക് നമ്മൾ കടക്കണം.
ഒരു മനുഷ്യൻ്റെ രണ്ടാം ജന്മമാണ് 60 വയസ്സ് കഴിഞ്ഞ്. സാധാരണ അതിലെ കിളവിയും കിളവിനെയൊക്കെ പിടിച്ച് രണ്ടാമത് കല്യാണം കഴിപ്പിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്, ഭാര്യയും ഭർത്താവും ജീവിച്ചിട്ടുണ്ടെങ്കിൽ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഈ ബ്രഹ്മർഷി വർഷം എന്നൊരു വർഷം കേരളത്തിലെ ഇന്ത്യ ആകമാനം നിലവിലിരുന്നു. ആ ബ്രഹ്മർഷി വർഷത്തിൻ്റെ പ്രത്യേകത 1 മുതൽ 60 വരെ ക്രമാനുഗതമായി കൂട്ടുകയും 60 കഴിഞ്ഞാൽ വീണ്ടും 1 കൂട്ടുകയും ചെയ്യും. അതുപോലെയാണ് പരശുരാമ വർഷം ഉണ്ടായിരുന്നു, 1 മുതൽ 100 വരെ കൂട്ടിയിട്ട് വീണ്ടും 1 തുടങ്ങുന്നൊരു സമ്പ്രദായം. അങ്ങനെ ഈ ബ്രഹ്മർഷി വർഷം ആരംഭിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിക്കുന്ന അതേ വർഷത്തെ ഗ്രഹനിലയായിരിക്കും 60-ാം വർഷത്തിലും. അപ്പോൾ ഈ ഓരോ 60 വർഷം കഴിയുമ്പോൾ ഗ്രഹനില ആവർത്തിച്ചു വരും. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ടാണ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്തത്, ഒരു വർഷ സമ്പ്രദായം കാൽക്കുലേറ്റ് ചെയ്ത്, അതാണ് ബ്രഹ്മർഷി വർഷം. ഈ ബ്രഹ്മർഷി വർഷം മനുഷ്യന് 2ാം ജന്മം എന്നതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾക്കും 2ാം ജന്മമായി കണക്കൂട്ടിയിരുന്നു. അച്ചടി ഇല്ലാതിരുന്നൊരു കാലം, കൊട്ടാരം ഗ്രന്ഥപ്പുരകളാണ് ഏക ആശ്രയം. അന്ന് പണ്ഡിതന്മാരെല്ലാം കൊട്ടാരം ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള ചെലവ് രാജാവ് വഹിക്കും, പിന്നെ ഭക്ഷണ ചെലവ് നടക്കും, ഇതൊക്കെ കൂടെ. അതുകൊണ്ട് പണ്ഡിതന്മാരെല്ലാം രാജാക്കന്മാരെ ചുറ്റിപ്പറ്റി രാജാവിൻ്റെ അവദാനങ്ങളുമൊക്കെ പാടി പ്രചരിപ്പിച്ചുമൊക്കെ നടന്നിരുന്നൊരു കാലമാണ്. അങ്ങനെയാണ് ഈ 30,000-ഓ 40,000-ഓ ശ്ലോകങ്ങളുള്ള ജയം 60 കൊല്ലത്തിന് ശേഷം വീണ്ടും 60-ഓ 120-ഓ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുതുക്കിയതും, ആ പുതുക്കുമ്പോൾ ആരാണോ ചെലവ് വഹിച്ച രാജാവ്, ആ രാജാവിൻ്റെ അവദാനങ്ങളും കുറച്ച് കഥകളും കൂടി കൂട്ടിച്ചേർക്കും. അത് കഴിഞ്ഞാണ് 80,000 ശ്ലോകങ്ങൾ, അത് കഴിഞ്ഞ് 1,00,000 ശ്ലോകങ്ങൾ, അത് കഴിഞ്ഞ് 1,400,000 ശ്ലോകം. ഇതെല്ലാം ഈ സമയങ്ങളിലെല്ലാം മഹാഭാരതം മാത്രമല്ല, എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളും പുതുക്കി എഴുതി വരികയും ആ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ചെലവ് വഹിച്ച എല്ലാ രാജാക്കന്മാരുടെയും അവദാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹാഭാരതത്തിന് 1000-ലേറെ ഉപകഥകൾ രൂപപ്പെട്ടത്. ആ ഉപകഥകൾ രൂപപ്പെട്ടതിനിടയ്ക്ക് എവിടെയോ വെച്ച് ഭഗവത്ഗീതയും കൂട്ടിച്ചേർക്കപ്പെട്ടു. അതുകൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടി അണിനിരന്ന് നിൽക്കുന്ന പട്ടാളങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് 700 ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണൻ ചൊല്ലിയതായി എഴുതി കയറ്റിയത് വളരെ പിന്നീടാണ് എന്ന് R.K. ഭണ്ഡാർക്കറെ പോലെയുള്ള പല ആളുകളും പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭാഷാപരമായി തന്നെ മറ്റു പല ശ്ലോകങ്ങളുമായും ഇതിൻ്റെ ശ്ലോകത്തിന് വ്യത്യാസമുണ്ട് എന്നും, അങ്ങനെ പല കാലഘട്ടങ്ങൾ പല ആളുകൾ പല ആവശ്യങ്ങൾക്കും പല ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് എഴുതി ചേർത്തതാണ് എന്നും, അങ്ങനെ ഭഗവത്ഗീത പിൽക്കാലത്ത് എഴുതി കയറ്റിയതാണ് എന്നും ആണ് ഗവേഷക മതം. എന്തായാലും ശരി, നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരുക്കുറളിനോളം തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റൊരു ധർമ്മോപദേശ കാവ്യമില്ല എന്ന് ഗുരുവിനെ അതിസൂക്ഷ്മമായി പഠിക്കുന്ന, ഗുരു എന്ന ദാർശനിക കവിയെക്കുറിച്ച് പഠിക്കുന്ന ഒരാളിന് വളരെ വ്യക്തമായി ബോധ്യമാകുന്നത്. നന്ദി.